നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ വരാഹ സർവകഷ്ട വിദ്വേഷണ. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. ഇത് വന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ജസ്റ്റ് ഒരു 3 തവണ നിങ്ങൾ ചൊല്ലിയാലും പോതും, അതല്ലാച്ചാല് എഴുതിയാലും പോതും. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് സക്സസ് നിങ്ങളെ ചുറ്റി വരും എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. സോ അതിനാലെയാണ് ഞാനിത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിറയെ പേർക്ക് ഒരു റൊട്ടീൻ ഇരിക്കും. അവർ എഴുന്നേറ്റ ഉടനെ തന്നെ വെറുതെ ചുമ്മാ ബെഡിൽ അങ്ങനെ കുറച്ച് ടൈം ഇരിക്കും. പെട്ടെന്ന് എണീറ്റ് പോയി ജോലിയൊന്നും ചെയ്യാതെ. ഒരു ചില പേരുടെ പഴക്കം അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് യോജിച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു ചില പേർക്ക് വന്നിട്ട് അവർ ധ്യാനം മാതിരി ചെയ്യും. കണ്ണു മാത്രം അടച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഇല്ല, ഉറക്കം എണീക്കാനെന്നുള്ള ടൈം ആയാലും അവർ ഉറങ്ങി എണീറ്റാലും അങ്ങനെ തന്നെ ബെഡിലെ അവര് കിടന്നിട്ടേ ഇരിക്കും. ഇങ്ങനെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നിറയെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ചില പേര് വന്നിട്ട് ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഒരു ടംബ്ലർ കോഫി കുടിച്ചിട്ട് കിടക്കും. വേറൊരു ചില പേര് വെള്ളം കുടിച്ചിട്ട് കിടക്കും, പ്ലെയിൻ വാട്ടർ. അതുമല്ലാച്ചാല് ഒരു ചില പേര് ഒരു 10 നിമിഷം എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് എല്ലാ പേരും നമ്മുടെ റെഗുലർ റൊട്ടീനിൽ വച്ചിട്ടേ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഹാബിറ്റ് വന്ന് നമ്മളുടെ എല്ലാവരുടെയിലും ഇരുന്നിട്ടേ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഒരു സൈഡിൽ ഇരിക്കട്ടും, എന്നാല് നമ്മളുടെ നാള് വന്നിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം, വിജയത്തിനുള്ളതായിരിക്കണം. വിജയത്തിന്റെ മേലെ വിജയം നമുക്ക് കിട്ടിയിട്ടേ ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഡെയിലി ഞാൻ വന്ന് പൂജയറയില് വിളക്ക് കത്തിച്ച് ദൈവത്തിനെ നമസ്കരിക്കുന്നുണ്ട്. ഡെയിലി ഞാൻ എനിക്കിഷ്ടപ്പെട്ട കോവിലിൽ പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു സൈഡിൽ ഇരുന്നാലും ചില വിഷയങ്ങൾ വന്നിട്ട് വിജയം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നതിന് ചില മുഖ്യമായ കാര്യങ്ങൾ ഒരു പഴക്കമായിട്ട്, അതായത് ഡെയിലി റൂട്ടീനായിട്ട് വച്ചിക്കണം. അത് ഡെയിലി നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ശക്തിയാർന്ന ഒരു മുറ, ഏതാണ് നിങ്ങൾക്ക് വിജയം കൊടുക്കുമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് എൻ്റെ കുറിച്ച് എനിക്ക് പകർന്നു തന്നതാണ്. ഞാൻ ഉപാസന എടുത്ത സമയത്തും ഇന്നും അത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ്ലി അത് ഞാൻ ചെയ്തു പോകുന്നത്. എൻ്റെ കുറിച്ച് എനിക്ക് പകർന്നു തന്നത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു, ശരിയാ? ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് വന്നിട്ട് വിജയം എന്നത് കയ്യിൽ തന്നെ ഇരിക്കും. കയ്യെത്തും ദൂരത്ത് നിങ്ങൾക്ക് കൈ വെള്ളയിൽ വരും, ശരിയാ? ഈ വകയില് ഇന്ന് ഞാൻ പകർന്നു തരുന്ന ഈ വിഷയം വന്നിട്ട് യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളുമേ ഇല്ല. ഇത് വന്നിട്ട് നിങ്ങൾ എന്ത് കഴിച്ചിരുന്നാലും ചെയ്യാം, ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും ചെയ്യാം. പുലവാലായ്മയോ അല്ല പീരീഡ്സ് ടൈമോ ഏതും പ്രശ്നമില്ല. ഇത് ചെയ്യേണ്ട ടൈം എന്ന് വെച്ചാൽ ഒന്നിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുക. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തെ ഇന്നത്തെ നാള് വന്നിട്ട് എനിക്ക് നല്ലായിരിക്കണം, അങ്ങനെ മനസ്സിൽ കരുതിയിട്ടല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നത്. സോ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ചെയ്തോളുക. ശരി, അത് പറ്റാത്തവർക്ക്, അങ്ങനെ പറ്റില്ല വെച്ചാല് രാത്രി ഉറങ്ങും മുന്നേ നിങ്ങളിത് ചെയ്തോളുക. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ കിട്ടുന്ന ഒരു 10 നിമിഷം എന്നത് ഒത്തിരി വാല്യുബിൾ ആയ ഒരു 10 നിമിഷം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ വരുന്ന ഒരു 10 നിമിഷം ഇല്ല, അതും വന്നിട്ട് ഒത്തിരി വാല്യുബിൾ ആയ 10 നിമിഷം. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾ എന്ത് വിഷയം ചോദിച്ചാലും അത് വിജയത്തിലേക്ക് പോകാനുള്ള വായ്പ അധികമായിരിക്കുന്നു. അതിനാൽ ഒരു വിഷയം നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ വരിക. നിങ്ങളത് തുടർന്ന് ചെയ്തോണ്ടേ ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വിജയമായി മാറിയിടും, ശരിയാ? ഒരേ ഒരു മന്ത്രം വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മന്ത്രം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോളുക, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ ഈ മന്ത്രം ഇരിക്കില്ലയാ, ഇത് ഞാൻ വന്നിട്ട് ഓരോരോ വാക്കായിട്ട് നിങ്ങൾക്ക് ചൊല്ലിത്തരാം, ശ്രദ്ധിച്ചോളൂ. അഗസ്തീർ മാതഭക്ഷൈവ മുസുകുന്തു മഹാബല കപിലോ മിറസ്തീക പഞ്ചൈതി സികസായിന. അഗസ്തീർ മാതഭക്ഷൈവ മുസുകുന്തു മഹാബല കപിലോ മിറസ്തീക പഞ്ചൈതി സികസായിന. ഒന്നുകൂടെ നോക്കിക്കോളൂ.
അഗസ്തീർ മാത ഭക്ഷൈവ മുസുകുന്തു മഹാബല കപിലോ മിറസ്തീക പഞ്ചൈതി സിഗസായിന. ഞാൻ തെളിവായിട്ട് ഓരോരോ വാർത്തയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കി പഠിച്ചെടുക്കാനും കുറച്ച് കഷ്ടമായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് നോക്കി എന്നതിലെങ്കിലും എഴുതി വെച്ചതിന് ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് തറവായിടും. ശരിയാ? ഇത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 10 നിമിഷം ഉണ്ടല്ലോ, ആ സമയത്തിന് ഒരു 3 ടൈംസ്, അതായത് 3 ടൈംസ് പോതും. കൂടുതൽ ചൊല്ലാൻ പറ്റുന്നവർ കൂടുതൽ ചൊല്ലിക്കൊള്ളുക. അത് ഒരു 3 വാട്ടി ചൊല്ലിക്കൊള്ളുക. അല്ല, ചൊല്ലാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എഴുതിക്കൊള്ളുക. ഒന്നും പ്രശ്നമില്ല. ശരിയാ? ഇത് ഒത്തിരി പവർഫുൾ ആയത്, ഒത്തിരി നല്ലത്. ശരിയാ? എഴുതുമ്പോൾ അതിന് കുറച്ചുകൂടെ പവർ ജാസ്തിയായിട്ട് വരും. കൂടെ പറയുകയും ചെയ്യുമ്പോൾ ശുഭം. ശരിയാ? അപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആണെങ്കിലും ആ 10 നിമിഷം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചോളുക. സോ ഏത് വിഷയം നിങ്ങൾക്ക് നടക്കണോ അത് മനസ്സിൽ നിങ്ങൾ കരുതിയിട്ട് ഇത് എഴുതുകയോ ആവാം, പറയുകയോ ആവാം. അങ്ങനെ നിങ്ങൾക്കൊന്നും നടക്കേണ്ടതില്ല. എനിക്ക് ഇന്നത്തെ ദിവസം മാത്രം നന്നായിരുന്നാൽ മതി, ഇന്നത്തെ ദിവസം എങ്ങനെ ഇരുന്നാൽ മതി, നല്ലായിരുന്നാൽ മതി, നാളത്തെ കാര്യം നാളെയല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 3 ടൈംസ് ചൊല്ലിക്കൊള്ളുക. എഴുതി വെക്കണം. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ പലരും പല സ്വഭാവക്കാരാണ്. എനിക്ക് ഇന്നത്തെ ദിവസം പോയിട്ട് മതി നാളത്തെ ദിവസം എന്നുള്ളവര് നിങ്ങളത് കറക്റ്റായിട്ട് എഴുതി കൂടെ വെക്കുക. ശരിയാ? ഇന്നത്തെ ദിവസം എനിക്ക് ഫേവർ ആയിട്ടിരിക്കണം, എന്നോട് നാളായിരിക്കണം, അങ്ങനെ കരുതുന്നവര് തീർച്ചയായിട്ടും എഴുതി കൂടെ വെച്ചോളുക. അത്രയ്ക്കും ഒരു പവർ ഇരിക്കുന്ന മന്ത്രവാക്യാണിത്. സാധാരണ നിങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല, ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വന്ന് നടന്നു കിട്ടും. നിറയെ വിജയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പല വിഷയങ്ങളും നിങ്ങൾക്ക് ലക്കായിട്ട് മാറുന്നത് നിങ്ങളെ കണ്ണാലേ നിങ്ങൾ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ രാവിലെ ചെയ്യുക. പറ്റില്ല എന്നുള്ളവർ മാത്രം നിങ്ങൾ രാത്രി ചെയ്തോളുക. ശരിയാ? കാരണം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നമുക്ക് പ്ലസന്റ്. അപ്പോ നിങ്ങൾ രാവിലെ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നതും രാവിലെയാണ്. ഓക്കെ? മസ്റ്റ് അല്ല, ഏതോ ഒരു നേരം നിങ്ങൾ യൂസ് ചെയ്തോളുക. ശരിയാ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നേരം കിട്ടുമല്ലോ, ആ ഒരു നേരം നന്നായിട്ട് യൂസ് ചെയ്തോളൂ. ഇത് നിങ്ങൾ ഫസ്റ്റിലൊക്കെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് നോക്കി പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് അത് യൂസ്ഡ് ആയിക്കോളും. ഒരു 5 നിമിഷത്തെ ടൈമേ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഓക്കെ? അതല്ല, എഴുതണമെങ്കിൽ ഒരു 3 വാട്ടി എഴുതണമെങ്കിൽ 5-ലിരുന്ന് ഒരു 10 നിമിഷത്തെ ടൈം, അത്രേ ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾ ചെയ്താലേ പോതും. നിങ്ങളുടെ മനസ്സ്, ശരീരം എല്ലാം ആരോഗ്യമായും നല്ല ശുദ്ധമായിട്ട് ഇരിക്കും. ദാറ്റ് മീൻസ് അവളോ ഫ്രഷ്നെസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുമെന്ന് മീനിങ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഓരോ ഹാബിറ്റ് ഇരിക്കുന്നുണ്ട്. എണീറ്റ ഉടനെ ഡെയിലി എക്സർസൈസ് ചെയ്യുന്നവരുണ്ട്, വെള്ളം കുടിക്കുന്നവരുണ്ട്, അതല്ല മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്, ഡെയിലി കോവിൽ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ ഇത് പഴക്കമായിട്ട് നിങ്ങൾ റുട്ടീനായിട്ട് വച്ചിരിക്കുന്നവര്, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കാര്യം. ഇതെല്ലാം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡെയിലിയും വിജയത്തെ കൊണ്ടുവരണം. വിജയം നമ്മളെ കണ്ണാലെ കാണണം. നമ്മുടെ ജീവിതത്തിൽ വിജയം നടക്കണം. നിങ്ങൾ എന്തിനു വേണ്ടി പോകുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് വിജയത്തിലേക്ക് വന്നു, അത് നടന്നു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഏത് നമ്മൾ ചെയ്താലും അത് നമുക്ക് അനുകൂലമായിട്ട് നടക്കണം. സോ ഇതിനെല്ലാമായിട്ട് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. അതിനു വേണ്ടിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും എനിക്ക് പകർന്നു കിട്ടിയ അറിവുകൾ, എൻ്റെ ഗുരുജി എനിക്ക് എന്തൊക്കെ പകർന്നു തന്നുവോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഇന്നത്തെ പതിവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളുക. എന്നിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. 1 or 2 ഡേയ്സിലെ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. വേറൊന്നുണ്ട്, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചില പേർക്കുണ്ട്, ഞാൻ ചൊല്ലിയല്ലോ എനിക്കൊന്നും നടന്നില്ല, അവർക്കൊക്കെ ഓരോ കാര്യം ചൊല്ലിയ ഉടനെ തന്നെ നടക്കണം. നമ്മളിപ്പോ ഒരു പൂജ ചെയ്താലോ ഒരു വഴിപാട് ചെയ്താലോ ഉടനെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയൊന്നില്ല. ഓരോന്നിനും പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. നമ്മൾ ഒരു മന്ത്രം ചൊല്ലിയാലും ഇത്ര ടൈമിനകത്തേ അത് വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെ ചില വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഞാൻ പറയാറുമുണ്ട്. ഇത്ര ടൈമിൽ 5 മിനിറ്റിൽ കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്നതും ഉണ്ട്. ബട്ട് ചില വിഷയങ്ങൾ വന്നിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് സക്സസ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു വിഷയമാണ് ഇതും. അത് നിങ്ങൾക്ക് നടക്കുന്നത് നല്ല വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും.
അതോടെ മാറ്റം വന്നത് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾക്കത് കണ്ട് രസിക്കാൻ പറ്റും. അതിനാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ്ലി തുടർന്ന് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്കൊരു പീസ്ഫുൾ കിട്ടും. മീൻസ് നിങ്ങൾക്ക് ഡെയിലി എണീറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊരു കുളിർമയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. ഇത് വന്നിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കും. ദാറ്റ് മീൻസ് മനസ്സ് നന്നായിട്ട് തെളിവാക്കും. മനസ്സിൽ എന്ത് പ്രശ്നമുണ്ടോ അത് നിങ്ങൾ ഒരു ഓരത്തോട്ട് മാറ്റി വെക്കും. നമുക്കിരിക്കുന്ന കൺഫ്യൂഷൻസ് ചില പേർക്കെല്ലാം ഒരു കാരണമേ വേണ്ട, ചുമ്മാ കൺഫ്യൂസ് ആയിട്ടേ ഇരിക്കും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഒരു കാരണവുമില്ലാതെ കരഞ്ഞിട്ടേ ഇരിക്കും. ഓൺസ് അപ്പോൺ എ ടൈം ഞാനും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. എന്റെ ഗുരുജിയെ കണ്ടെത്തിയതിനു ശേഷം ഞാൻ എന്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ പകർന്നു തരുന്നു. നിങ്ങളും അത് ഫോളോ ചെയ്തോളുക. ചില പേർക്ക് ഡിപ്രഷൻ വരും. അവർ വന്നിട്ട് അടിക്കടി ഡിപ്രഷൻ മൂഡിലോട്ട് പോയിട്ടേ ഇരിക്കും. അത് ഫാമിലി ലൈഫിനെ ബാധിക്കും. അത് ഭയങ്കര അറിയാമല്ലോ. എന്തിനു വേണ്ടി ദേഷ്യപ്പെടുന്നതെന്ന് അറിയുകയേ ഇല്ല. അങ്ങനെയൊക്കെ പല പേരെയും നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോരുത്തരും അനുഭവിക്കുന്നത് അവർ ഓപ്പണായി പറയുന്നില്ല. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അത് വെച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്യുക. 1-2 ദിവസം കഴിയുമ്പോഴേ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും. നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത് ശരി ചെയ്തു തരും. ഈ മന്ത്രത്തിന് വന്നിട്ട് അത്രയ്ക്കും ഒരു മഹിമ ഇരിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, എന്ത് റൂൾസും ഇല്ല. സോ ഡെയിലി എണീറ്റ ഉടനെ തന്നെ ഒരു 3 times പറഞ്ഞോളുക, എഴുതിക്കൊള്ളുക. ഒരു 5 നിമിഷം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലവാക്കാൻ പറ്റില്ലേ? എഴുതുകയോ പറയുകയോ നിങ്ങൾക്ക് എന്താ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്തോളുക. ഇന്നത് തന്നെ ചെയ്യണമെന്നില്ല. ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. നല്ല ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ മുന്നേ തന്നെ കാണാൻ പറ്റും. ഇനി വേറൊന്ന്, നല്ല പഠിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞ് നമ്മുടെ മോനോ മോളോ പഠിക്കുന്നില്ല ഒന്നും, അവരൊരു ടെൻഷനിലായി പോയി കുട്ടി. അപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ അപ്പനോ അമ്മയോ അവർക്കിത് പറഞ്ഞു കൊടുക്കുക. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. രാവിലെ അവർ ഏത് മണിക്ക് എണീറ്റാലും പ്രശ്നമില്ല. അവരെ കൊണ്ട് ഇത് കൊടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുക. എഴുതാനും പറയുക. ശരിയാ? അപ്പോൾ മനസ്സ് ശുദ്ധമാവും. അവരുടെ ഭയം അവരെ വിട്ട് അകന്നു മാറും. മൈൻഡ് റിഫ്രഷ് എന്ന് പറയൂലേ, ആ ഒരു ശക്തി ഈ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട്. മനസ്സ് തെളിവാകും. കുട്ടികൾ വന്നിട്ട് അടിക്കടി ടെൻഷൻ ആവാറുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ നിങ്ങൾ ഈ മന്ത്രത്തിനെ അടിക്കടി പറയുക. എന്നുവെച്ചാൽ എടുത്തു കൊടുത്തിട്ട് ഇത് പറയാൻ ഇങ്ങനെ അവരെ അടുത്ത് നിന്ന് പറയിപ്പിക്കണം, ഇല്ലെങ്കിൽ എഴുതിപ്പിക്കണം. ശരിയാ? നിങ്ങൾ വെച്ചിട്ട് പോകാൻ പാടില്ല. നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അവരെ അടുത്ത് നിന്ന് ചെയ്യിപ്പിക്കണം. ആ കുട്ടികൾക്ക് ഒരു റിലീഫ് കിട്ടും. നല്ലൊരു റിഫ്രഷ്മെന്റ് വന്നിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം കുറെ പേർക്ക് അറിയില്ല. എന്നാൽ നമ്മൾ വഴിപാട് വന്നിട്ട് എത്രത്തോളം മുഖ്യമോ ആ വഴിപാടിനെ എല്ലാം മുഴുമപ്പെടുത്തുന്നത്, പൂർത്തീകരിക്കുന്നതേ മന്ത്രങ്ങളാണ്. മന്ത്രങ്ങളില്ലാതെ ഒന്നും വന്നിട്ട് പൂർണ്ണതയിൽ എത്തുന്നില്ല. അതിനാലെയാണ് നമ്മൾ കോവിലേക്ക് പോയാലും ഒരു അർച്ചന ചെയ്യും. പക്ഷെ അതിനു മുന്നേ, ഈ അർച്ചന ചെയ്യുന്നതിന് മുന്നേ ദീപാരാധന കാണിക്കുമ്പോൾ മന്ത്രം ചൊല്ലിയാണ് അമ്മയ്ക്ക് മുന്നേ അർച്ചന ചെയ്യുന്നത്. ശരിയല്ലേ? മന്ത്രങ്ങളാണ് വഴിപാടിനെ മുഴുമയായിട്ട് അടയ വയ്ക്കുന്നത്, അതായത് പൂർത്തീകരിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊടുക്കുന്നതിന് ഈ ഒരു മന്ത്രം മതി എന്നുള്ള രീതിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം ഫോളോ ചെയ്ത് പൊയ്ക്കോളുക. നിങ്ങൾക്ക് തന്നെ അത് ഉരുക്കി ഊട്ടി വെച്ചുക്കോങ്ക. ഇപ്പൊ പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എനിക്കും കുറച്ച് നാളായിട്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ചൊല്ലുന്നത് നമ്മുടെ വരാഹി അമ്മനോടെ വജ്രഘോഷം എന്ന മന്ത്രമാണ്. വജ്രഘോഷം 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 ചൊല്ലിയിട്ടേയിരിക്കും. കാരണം രാത്രി ഉറക്കമില്ല, ചുമ കൊഫ് വന്നിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങും. അപ്പോ ആ വജ്രഘോഷം ചൊല്ലുമ്പോ അപ്പൊ കിട്ടുന്ന ഒരു മനോനിമ്മതി ഉണ്ടല്ലോ, സന്തോഷം. നിറയെ വിഷയത്തില് അമ്മ എന്റെ കൂടെ ഇരിക്കുന്നെന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായി. നിറയെ വിഷയത്തില് അമ്മ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നു, എന്റെ കൈ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്കുണ്ടായത്. അതുപോലെ തന്നെ പല പേർക്കും ശ്രീരാമ ജയം ചൊല്ലണ പഴക്കം വെച്ചിരിക്കും. ഓരോരുത്തരും ഓരോന്ന് ഫോളോ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏത് പിടിച്ചോ, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്തോളുക. നമോ നാരായണായ, ഇതും ഒത്തിരി പവർഫുൾ ആയത്. സോ നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.